friends. ചിക്കനും അരിപ്പൊടിയും ഉപയോഗിച്ച് കൽമാസ് ഉണ്ടാക്കുന്ന വീഡിയോ ആണിന്ന്. ആദ്യം അതിനായിട്ടുള്ള ഫില്ലിംഗ് റെഡിയാക്കാം. അതിനായി ചിക്കൻ കഷ്ണങ്ങൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ചേർത്ത് കുക്കർ വേവിച്ചെടുത്തതാണ്. അതൊന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു പാന് അടുപ്പിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് വലിയൊരു സവാള ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ച് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം അതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കൻ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വഴറ്റിയെടുക്കാൻ. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ചിക്കനും മസാലയും ഒന്ന് യോജിപ്പിച്ചെടുക്കാൻ വേണ്ടി 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ശേഷം ഇനി കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. കൽമാസ് ഉണ്ടാക്കാനുള്ള മാവ് റെഡിയാക്കാം. 2 കപ്പ് അരിപ്പൊടി എത്തിയിട്ടുണ്ട്. മാവിലേക്ക് ചേർക്കാനുള്ള അരപ്പ് റെഡിയാക്കാം. 1 കപ്പ് ചിരകിയ തേങ്ങയും 10 ചെറിയ ഉള്ളിയും 1 സ്പൂൺ വലിയ ജീരകം, 1/2 സ്പൂൺ ചെറിയ ജീരകം, ഇതെല്ലാം കൂടി ഒരു മിക്സിയിലിട്ടൊന്ന് ഒതുക്കിയെടുക്കുക. നല്ലോണം അരഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ഇപ്പോൾ അരപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ മാവിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒതുക്കിയെടുത്ത തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ ഉപയോഗിച്ചിട്ട് തേങ്ങയും പൊടിയും കൂടെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മാവ് റെഡിയാക്കി എടുക്കാം. ഉരുട്ടിയെടുക്കാൻ പാകത്തിനുള്ള പോലെ മാവ് റെഡിയാക്കി എടുക്കാം. മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് 5 മിനിറ്റ് അടച്ച് വെക്കാം. ചൂടൊന്ന് കുറയണ വരെ അടച്ച് വെച്ചിട്ട് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി കൈ ഉപയോഗിച്ചിട്ട് ഒന്ന് നല്ല കുഴച്ച് സോഫ്റ്റാക്കി എടുക്കാം. കുഴച്ച് മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി കൽമാസ് റെഡിയാക്കാം. അതിനായി മാവിൽ നിന്നും ചെറിയ ഒരു ഉരുള മാവെടുത്തിട്ട് കയ്യിൽ വെച്ച് റോൾ ചെയ്ത് ഒന്ന് പരത്തിയെടുക്കാം. കയ്യിൽ ഓയിൽ പുരട്ടി കൊടുക്കാം, കൈ തൊട്ടാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് പരത്തിയിട്ട് ഫില്ലിങ് 1 സ്പൂൺ വെച്ച് കൊടുക്കാം. ഉന്നക്കായൊക്കെ ഉണ്ടാക്കണം അതേ രീതിയിൽ തന്നെയാണ് ഇത് കവർ ചെയ്തെടുക്കേണ്ടത്. ഫില്ലിങ് സെൻറ്റർ വെച്ചിട്ട് 2 സൈഡും മടക്കി ഒട്ടിച്ച് റോൾ ചെയ്തെടുക്കുക. രണ്ട് കൈ ഉപയോഗിച്ചിട്ട് ഷേപ്പ് ചെയ്തെടുക്കുക. ഉന്നക്കായുടെ അതേ ഷേപ്പിലാണ്. ഇതുപോലെ മുഴുവൻ മാവ് കൊണ്ടും കൽമാസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് സ്റ്റീം ചെയ്യാൻ വെക്കുക.
സ്റ്റീം ചെയ്യുന്ന പാത്രത്തിന് ഓയിൽ തടവി കൊടുക്കാം. എന്നിട്ട് 15 മിനിറ്റ് വേവിച്ചെടുക്കാം. 15 മിനിറ്റ് ആയപ്പോഴത്തേക്കും കൽമാസ് കുക്കായിട്ടുണ്ട്. കുക്കായുള്ള അറിയാൻ വേണ്ടി കൈ കൊണ്ട് തൊടുമ്പോൾ കൈ മുട്ടുന്നില്ലെങ്കിൽ കുക്കായിട്ടുണ്ടെന്നാണ്. അത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ശേഷം ബാക്കിയുള്ളതും കൂടി വേവിച്ചെടുക്കാം. വേവിച്ചെടുത്ത മസാലയിന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഒരു പാത്രത്തിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ മുളകും പൊടിയും അതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുത്ത് വെള്ളമൊഴിച്ച് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. മുക്കി പൊരിച്ചെടുക്കല്ല, മീനൊക്കെ ഫ്രൈ ആക്കണ പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ ഉള്ളൂ. ചൂടായ ഓയിലിലേക്ക് ഓരോ കൺമാസും മസാലയിൽ കോട്ട് ചെയ്ത് പാനിൽ വെച്ചെടുക്കാം. ഇങ്ങനെ മസാല ചേർത്ത് ഫ്രൈ ചെയ്തെടുത്ത കൽമാസാണ് നല്ല ടേസ്റ്റ് ഉള്ളത്. നല്ല സ്പൈസി കൽമാസാണ് കേട്ടോ. ഇങ്ങനെ സ്പൈസി വേണ്ടെന്നുണ്ടെങ്കിൽ മസാല ഒഴിവാക്കിയിട്ടും വെറുതെ മസാല അല്ലാതെ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം. കുട്ടികൾക്കൊക്കെ മസാല അല്ലാതെ ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണ് നല്ലത്. തിരിച്ചു മറിച്ചിട്ട് എല്ലാ ഭാഗവും ഫ്രൈ ചെയ്തെടുക്കാം. കൽമാസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. മസാല ചേർത്തിട്ടും മസാല ചേർക്കാത്ത കൽമാസും റെഡി ആക്കിയിട്ടുണ്ട്. Thanks for watching.